ന്യൂസ് 16 കേരള. തിരിച്ചടി ഭയന്ന പാകിസ്ഥാൻ ഉറി ഡാം തുറന്നുവിട്ടത് കനത്ത നാശനഷ്ടം. വ്യാപാര ബന്ധത്തിലും കനത്ത വിള്ളൽ. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം പ്രകോപനം തുടരുന്ന പാകിസ്ഥാനെതിരെ സൈനിക നയതന്ത്ര നടപടികൾ കടുപ്പിച്ച് ഇന്ത്യ. അതിർത്തിയിൽ സുരക്ഷാ ക്രമീകരണം ശക്തിപ്പെടുത്തിയ സൈന്യം വിവിധ സേനാ വിഭാഗങ്ങളെ തന്ത്രപ്രധാന മേഖലകളിൽ വിന്യസിച്ചു. നിയന്ത്രണ രേഖയ്ക്ക് സമീപം പ്രകോപനം സൃഷ്ടിക്കുന്ന പാക് നീക്കത്തെ ശക്തമായി നേരിടാനാണ് സൈന്യത്തിനുള്ള നിർദ്ദേശം. ബാരാമുള്ള, കുപ്വാര ജില്ലകളിൽ ഇന്നലെയും ഭീകരരുടെ ഒളിത്താവളങ്ങൾ സൈന്യം തകർത്തിരുന്നു. പരിശോധന തുടരാനും നുഴഞ്ഞുകയറ്റം അവസാനിപ്പിക്കാനുമായി വിവിധ സേനാ വിഭാഗങ്ങളെ ഏകോപിപ്പിച്ചുള്ള നീക്കമാണ് കശ്മീരിൽ നടക്കുന്നത്. അതിനിടെ ബാരാമുള്ള ജില്ലയിലെ ജലം നദിയിലെ ഉറി ഡാം ഇന്ത്യ തുറന്നുവിട്ടു. മുന്നറിയിപ്പില്ലാതെ ഡാം തുറന്നത് പാക് അധീന കശ്മീരിൽ പ്രളയ സാഹചര്യം സൃഷ്ടിച്ചതായി വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു. സിന്ധു നദീജല കരാറിൽ നിന്ന് പിന്മാറിയതിന് പിന്നാലെയുള്ള ഏറ്റവും തന്ത്രപ്രധാനമായ നടപടിയാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായത്. മുന്നറിയിപ്പ് നൽകാതെയാണ് ഇന്ത്യ ഡാം തുറന്നുവിട്ടതെന്നും ഇതുമൂലം പാക് അധീന കശ്മീരിലെ ഹട്ടിയൻ ബാല ജില്ലയിൽ കനത്ത നാശനഷ്ടമുണ്ടായതായി പാകിസ്ഥാൻ കുറ്റപ്പെടുത്തി. ജലം നദീ തീരത്തുള്ളവരെ അടിയന്തരമായി മാറ്റിപ്പാർപ്പിച്ചതായും റിപ്പോർട്ടുണ്ട്. ബാരാമുള്ള ജില്ലയിലെ ഉറി ഡാമിൽ നിന്ന് 50 കിലോമീറ്റർ അകലെയാണ് നിയന്ത്രണ രേഖ. അതേസമയം ഡാം തുറന്നുവിട്ട സംഭവത്തിൽ ഇന്ത്യ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. ഡാം തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് മുന്നറിയിപ്പ് നൽകേണ്ട ബാധ്യതയില്ലെന്നാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രം വൃത്തങ്ങൾ നൽകുന്ന വിശദീകരണം. ഭീകരാക്രമണത്തെ തുടർന്ന് അന്താരാഷ്ട്ര തലത്തിൽ പാകിസ്ഥാനെതിരെ സമ്മർദ്ദം ശക്തമായതിന് പിന്നാലെയാണ് സൈനിക നയതന്ത്ര നടപടികൾ കടുപ്പിക്കാൻ ഇന്ത്യ തീരുമാനിച്ചത്. അതിനിടെ സൈനിക മേധാവി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗുമായി കൂടിക്കാഴ്ച നടത്തി. ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ജനറൽ അനിൽ ചൗഹാനാണ് പ്രതിരോധ മന്ത്രിയെ ഔദ്യോഗിക വസതിയിലെത്തി കണ്ടത്. ഭീകരാക്രമണത്തെ തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളും സ്വീകരിച്ച നടപടികളും സൈനിക മേധാവി പ്രതിരോധ മന്ത്രിയെ ധരിപ്പിച്ചു. അതേസമയം പാകിസ്ഥാനുമായുള്ള വ്യാപാര ബന്ധം നിർത്തിവച്ചത് പാകിസ്ഥാനെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. മരുന്ന് വിതരണം അടക്കമുള്ള ആവശ്യ വസ്തുക്കളുടെ ഉറപ്പാക്കൽ പാകിസ്ഥാൻ അധികൃതർ അടിയന്തര നടപടി സ്വീകരിച്ചതായി പാക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. മരുന്ന് മേഖലയിലെ വ്യാപാരം നിർത്തിവെച്ചതിന്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ഔദ്യോഗിക അറിയിപ്പ് ലഭിച്ചിട്ടില്ലെങ്കിലും അടിയന്തര പദ്ധതികൾ ഇതിനോടകം തന്നെ ആസൂത്രണം ചെയ്തു കഴിഞ്ഞെന്ന് ഡ്രഗ് റെഗുലേറ്ററി അതോറിറ്റി ഓഫ് പാകിസ്ഥാൻ DRAP സ്ഥിരീകരിച്ചു. നിലവിൽ ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻസ് API ഉൾപ്പെടെ വിവിധ മരുന്നുകൾ എന്നിവ ഉൾപ്പെടെയുള്ള ഫാർമസ്യൂട്ടിക്കൽ അസംസ്കൃത വസ്തുക്കളുടെ 30% മുതൽ 40% വരെ ഇന്ത്യയിൽ നിന്നാണ് പാകിസ്ഥാൻ ഇറക്കുമതി ചെയ്യുന്നത്. ഇന്ത്യയിൽ നിന്നുള്ള വിതരണ ശൃംഖലയുമായുള്ള ബന്ധം വിച്ഛേദിച്ചതോടെ ചൈന, റഷ്യ, യൂറോപ്യൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിൽ നിന്ന് ബദൽ മാർഗങ്ങൾ തേടുകയാണ് പാകിസ്ഥാൻ. ആന്റി റാബീസ് വാക്സിനുകൾ, ക്യാൻസർ ചികിത്സകൾ, മോണോക്ലോണൽ ആന്റിബോഡികൾ, മറ്റ് നിർണായക ജൈവ ഉൽപ്പന്നങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള അവശ്യ മെഡിക്കൽ സപ്ലൈകളുടെ തുടർച്ചയായ ലഭ്യത ഉറപ്പാക്കാനാണ് ഏജൻസി ലക്ഷ്യമിടുന്നത്. ന്യൂസ് 16 ന്യൂസ് ഡെസ്ക്. പക്ഷമില്ല, വിവേചനമില്ല. നേരിനൊപ്പം, നാടിനൊപ്പം, നാട്ടുകാർക്കൊപ്പം. ന്യൂസ് 16 കേരള ചാനൽ.